ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്ന് നല്ലൊരു ചിക്കൻ റെസിപ്പിയാണ് കാണിക്കുന്നത്. നമ്മൾ ഈ ചിക്കന് കുക്കറിലാണ് ചെയ്തെടുക്കുന്നത്. നല്ല ടേസ്റ്റും അതുപോലെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പി കൂടിയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക. പുതിയ വ്യവസായം ഇങ്ങനെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആദ്യം തന്നെ നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യേണ്ട മസാല റെഡിയാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു മീഡിയം സൈസുള്ള ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മീഡിയം സൈസുള്ള സവാളൻ്റെ ഒരു പകുതിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി, 5-6 വെളുത്തുള്ളി, കുറച്ച് മല്ലിയിലയും അതുപോലെ കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ പുളിയില്ലാത്ത തൈരാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് വിനാഗിരും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ മസാല നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ മസാലപ്പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം തന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി റെഡ് ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് തന്തൂരി മസാല, 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/2 ടീസ്പൂണ് ചാറ്റ് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ മന്തി മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മന്തി മസാല ഇല്ലെങ്കിൽ അറബിക് മസാല ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കന് നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇനി ലാസ്റ്റായിട്ട് നമ്മൾ 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ മസാല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മസാല ഒക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ആവശ്യത്തിന് ഉപ്പുണ്ടോയെന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 കിലോ അളവിൽ വരുന്ന ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ചിക്കൻ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഇതുപോലെ വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് നമുക്ക് ചിക്കനിലേക്ക് മസാല തേച്ച് കൊടുക്കാം. എല്ലാ സൈഡിലും നന്നായിട്ട് തേച്ച് കൊടുക്കുക. അതിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ചിക്കന് നല്ലൊരു കളർ ഉണ്ടാവും. ഞാനിവിടെ ചേർക്കുന്നില്ല. ഞാൻ സാധാരണ ഫുഡ് കളറൊന്നും അങ്ങനെ യൂസ് ചെയ്യില്ല, അതുകൊണ്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പാർട്ടികളിലൊക്കെ വേണമെങ്കിൽ നല്ല കളർഫുള്ളായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഫുഡ് കളറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ നമ്മൾ മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ചിക്കൻ്റെ 2 കാലും അതുപോലെ കൈയും ഒന്ന് കെട്ടി വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ കുക്കറിലാക്കുമ്പോൾ ചിലപ്പോൾ ഇളകി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ കെട്ടി വെച്ച് കൊടുക്കുന്നത്. ഞാനിവിടെ നൂല് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് കെട്ടിക്കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ചിക്കൻ ഒരു 4-5 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. എന്നാലും നമ്മൾ ചിക്കന് നല്ലൊരു ഫ്ലേവർ കിട്ടുള്ളൂ. ചുരുങ്ങിയത് 1 മണിക്കൂർ വെക്കാം. എന്നാലും ഓവർനൈറ്റെല്ലാം വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും നമ്മുടെ ചിക്കന്. ഇനി കുക്കറിലേക്ക് നമുക്ക് ചിക്കൻ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത ബാക്കിയുള്ള മസാലയൊക്കെ ഈ ചിക്കൻ്റെ കൂടെ തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ ചിക്കനിലേക്ക് ഞാനിപ്പോൾ 2 ടീസ്പൂൺ അളവിൽ ഒലീവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒലീവ് ഓയിൽ ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് അടച്ചു വെച്ചിട്ട് 1 വിസിൽ ആവുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം.
അപ്പോൾ ചിക്കനൊക്കെ വെന്ത് വരുന്ന ടൈം കൊണ്ട് നമുക്ക് പെട്ടെന്നൊരു ഹമ്മൂസ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ വേവിച്ച് വെച്ച കടലയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 2 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഹമ്മൂസിൻ്റെ വീഡിയോ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല. പിന്നെ ഇതിലേക്ക് പുളിയില്ലാത്ത തൈര് എടുത്തിട്ടുണ്ട് 2 ടേബിൾ സ്പൂൺ അളവിൽ. ആവശ്യത്തിന് ഒലീവ് ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. അപ്പോൾ സെസമി സീഡ് ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്തിട്ട് അരച്ചെടുക്കുക. അപ്പോൾ ഇതാ നമ്മൾ ചിക്കന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വിസിൽ വന്ന ശേഷം ഞാൻ ഓഫാക്കിയിട്ട് വിസിൽ പോയതിന് ശേഷമാണ് കേട്ടോ തുറന്നിട്ടുള്ളത്. എന്നിട്ട് ഞാനിപ്പോൾ പാനിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ഒലീവ് ഓയിലാണ് കേട്ടോ ഫ്രൈ ആക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മളെ ഹമ്മൂസും റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒലീവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മളെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഹമ്മൂസ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നമ്മൾ ചിക്കനും റെഡി ആയിട്ടുണ്ട്. 2 സൈഡും ഞാൻ ഇതുപോലെ ഒന്ന് മൊരിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മയോണൈസും കൂടി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ കുബൂസിൻ്റെ കൂടെയാണ് ചിക്കൻ കഴിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പൊറോട്ട, ചപ്പാത്തി എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ചിക്കൻ്റെ റെസിപ്പിയാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നമ്മൾ പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ചിക്കൻ കുക്കറിലാക്കിയതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റാണ്, ഉള്ളിലൊക്കെ നല്ല ജ്യൂസി ആയിട്ടുള്ളൊരു ചിക്കൻ്റെ റെസിപ്പിയാണ്. എന്തായാലും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. പുതിയ വ്യവസായങ്ങളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനിയും നല്ല വ്ളോഗ്സും റെസിപ്പീസും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാ. താങ്ക് യു. ബൈ.